ആപ്പിളിൻ്റെ പ്രോ സീരീസ് ഐഫോൺസ്, അതായത് നമുക്ക് കഴിഞ്ഞ വർഷം തൊട്ടാണ് അങ്ങനെ ഒരു ട്രെൻഡ് വന്നത്. അതായത് അവർ ഒരു റെഗുലർ 11 ഇറക്കി, അതിൻ്റെ കൂടെ തന്നെ പ്രോ സീരീസും ഇറക്കി. അപ്പോൾ അത് രണ്ടും തമ്മിൽ ഒരുപാട് വ്യത്യാസം ഉണ്ടായിരുന്നു. നമ്മളിപ്പോൾ റെഗുലർ ഫോണിലേക്ക് പോകുന്നതിനെക്കാട്ടി ഒരുപാട് ഇമ്പ്രൂവ്മെൻറ്റ് കിട്ടിയ ഒരു സീരീസ് ആയിരുന്നു പ്രോ സീരീസ്. പക്ഷേ ഈ വട്ടം നമ്മൾ 2020 വന്നേക്കുന്ന ഫോൺസ് നോക്കാൻ നേരത്ത് നമുക്ക് റെഗുലർ 12 ഉണ്ട്, അതിൻ്റെ കൂടെ തന്നെ ഐഫോൺ 12 പ്രോയും ഉണ്ട്. അപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ ഐഫോൺ 12 പ്രോ. പക്ഷേ ഈ 12 പ്രോയും 12ഉം തമ്മിൽ ഒരുപാട് മാറ്റമുണ്ടോ? അതുപോലെ തന്നെ നമുക്ക് ഇന്ത്യയുടെ പ്രൈസിങ് എടുക്കാൻ നേരത്ത് 12 പ്രോൻ്റെ പ്രൈസിങ് ഭയങ്കര കൂടുതലാണ്. അപ്പോൾ അങ്ങനെ വരാൻ നേരത്ത് നിങ്ങൾ 12 എടുക്കണോ അതോ 12 പ്രോ എടുക്കണോ, അതും ഇതിൽ രണ്ടിൽ ഏതാണ് വേർത്ത്, അല്ലെങ്കിൽ 12 പ്രോയ്ക്ക് കിട്ടുന്ന അഡ്വാൻറ്റേജ് ഒക്കെ എന്തൊക്കെയാണ്? അപ്പോൾ അതിനെ പറ്റിയുള്ളൊരു വീഡിയോ ആണ് ഇത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ ഐഫോൺ 12 പ്രോൻ്റെ പ്രൈസിങ് ഒന്ന് നോക്കാം. കാരണം നമുക്ക് ഐഫോൺ 12 പ്രോയും 12 തമ്മിൽ ഞാൻ പറഞ്ഞില്ലേ നല്ല പ്രൈസ് വ്യത്യാസമുണ്ട്. അത് ഇന്ത്യയിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ മാത്രമാണ്. നിങ്ങൾ വേറെ എവിടെയെങ്കിലും വാങ്ങിക്കുന്നതെങ്കിൽ, പ്രത്യേകിച്ചും ഗൾഫ് കൺട്രീസോ അല്ലെങ്കിൽ US ഒക്കെ നോക്കാൻ നേരത്ത് അവിടെ പ്രൈസിങ്ങിനകത്ത് അങ്ങനെ ഭയങ്കര വ്യത്യാസം വന്നിട്ടില്ല. അതും ഐഫോൺ 12 പ്രോനകത്ത് നമുക്ക് 3 വേരിയൻ്റാണ് കിട്ടുന്നത്. അതും ഈ കാണുന്നതാണ് നമ്മുടെ ഇന്ത്യൻ പ്രൈസിങ്. അപ്പോൾ അതിനകത്ത് തന്നെ 128 GB ആണ് ബേസ് വേരിയൻറ്റ്. അതിൻ്റെ പ്രൈസിങ് 1,19,900 ആണ്. പിന്നെ ടോപ്പ് വേരിയൻറ്റ് 512 GB ആണ്. അതിൻ്റെ പ്രൈസിങ് 1,49,900 ഇന്ത്യൻ റുപ്പീസാണ്. അപ്പോൾ നമുക്ക് 1.5 ലക്ഷം രൂപയാണ് നമ്മുടെ ടോപ്പ് വേരിയൻറ്റ് ഐഫോൺ 12 പ്രോ എടുക്കണമെങ്കിൽ കൊടുക്കേണ്ടത്. അത് നമ്മൾ ഐഫോൺ 12 128 GB വേരിയൻ്റെ പ്രൈസിങ് എടുക്കുകയാണെങ്കിൽ അത് 84,900 ഇന്ത്യൻ റുപ്പീസാണ്. അപ്പോൾ തന്നെ നിങ്ങൾക്ക് ആ ഒരു പ്രൈസ് ഡിഫറൻസ് മനസ്സിലാവും, അതായത് 12ഉം 12 പ്രോയും തമ്മിലുള്ള. അപ്പോൾ അങ്ങനത്തെ ഒരു പ്രൈസ് ഡിഫറൻസ് ഉള്ള സ്ഥിതിക്ക് നമുക്ക് എന്തെങ്കിലും ഭയങ്കര ബെനിഫിറ്റ് വരുന്നുണ്ടോ? അപ്പോൾ അതിനുവേണ്ടി നമുക്ക് ആദ്യമേ ഒരു ഡിസൈൻ ഒന്ന് എടുക്കാം. ഇപ്പോൾ ഡിസൈനിനകത്ത് ഐഫോൺ 12ൻ്റെയും 12 പ്രോൻ്റെയും ഡിസൈൻ തീം ഒന്നാണ്. അതായത് ഒരേ കണക്കിരിക്കുന്ന ഡിസൈനാണ്. അത് മാത്രമല്ല ഒരേ ഡയമെൻഷൻസും കൂടിയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് 12നും 12 പ്രോനും ഒരേ കണക്കത്തെ കേസ് തന്നെ ഉപയോഗിക്കാനും പറ്റും. പക്ഷേ മെറ്റീരിയലിനകത്ത് വ്യത്യാസം വന്നിട്ടുണ്ട്. അപ്പോൾ മെറ്റീരിയലിനകത്ത് വ്യത്യാസം എന്ന് പറയുമ്പം 12 പ്രോ പ്രീമിയം ക്വാളിറ്റി വരുന്ന ഫോണാണ്. അതുകൊണ്ട് തന്നെ അവരിവിടെ ഉപയോഗിച്ചിരിക്കുന്ന സൈഡ് റെയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റെയിൻലെസ് സ്റ്റീലാണ്. അപ്പോൾ നമ്മൾ ഈ ഫോൺ എടുക്കുമ്പോൾ തന്നെ മനസ്സിലാവും 12നെക്കാട്ടിയും ഒരുപാട് പ്രീമിയം ഫീൽ കൂടിയൊരു ഫോൺ തന്നെയാണ് ഈ ഐഫോൺ 12 പ്രോ എന്ന് പറയുന്നത്. അത് നമുക്ക് ഇവിടുത്തെ ഫ്രണ്ടിലത്തെയും ബാക്കിലത്തെയും ഗ്ലാസ് ഐഫോൺ 12ൻ്റെ അതേ മെറ്റീരിയലാണ്. അതായത് നമുക്ക് ഫ്രണ്ടിൽ സെറാമിക് ഷീൽഡാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ആ 4x ഡ്രോപ്പ് പ്രൊട്ടക്ഷൻ, അതായത് 4 ടൈംസ് കൂടുതൽ ഡ്രോപ്പ് പ്രൊട്ടക്ഷൻ കിട്ടുന്നുണ്ട്. ബാക്കിൽ നമുക്ക് അയണക്സ് ഗ്ലാസ് ആണ്. പക്ഷേ ഈ ബാക്കിലത്തെ ഗ്ലാസ് മെറ്റീരിയലിൻ്റെ ടെക്സ്ചറിന് മാറ്റം വന്നിട്ടുണ്ട്. അതായത് ഇത് മാറ്റ് ഫിനിഷ് വരുന്നതാണ്. അപ്പോൾ മറ്റിനകത്ത് നമുക്ക് ഗ്ലോസ് ഫിനിഷാണ്, ഇവിടെ മാറ്റാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ മാറ്റ് ഫിനിഷ് ബാക്ക് ഗ്ലാസും ഈ ഷൈനിങ് കൂടിയ സ്റ്റെയിൻലെസ് സ്റ്റീൽ ഫ്രെയിമും കൂടെ നല്ലോണം മാച്ച് ആവുന്നുണ്ട്. പക്ഷേ നമുക്ക് ഈ സ്റ്റെയിൻലെസ് സ്റ്റീൽ ഫ്രെയിമിനകത്ത് പെട്ടെന്ന് തന്നെ ഫിംഗർ പ്രിൻറ്റ്സ് വരുന്നുണ്ട്. അപ്പോൾ അതൊരു പ്രശ്നമാണ്. എന്നാലും നമുക്ക് ഈ ഡിസൈൻ കാണുമ്പം പ്രീമിയം ഫോണാണെന്നുള്ളതിനകത്ത് ഒരു സംശയം വരത്തില്ല. ഏറ്റവും നല്ലോണം എടുത്ത് നിൽപ്പുണ്ട്. അത് മാത്രമല്ല നമ്മൾ ഈ ഫോൺ എടുത്ത് കൈ പിടിക്കാൻ നേരത്ത് തന്നെ എനിക്ക് തോന്നുന്നു ഞാൻ ഇത്ര നാൾ വാങ്ങിച്ച ഫോൺസിനകത്ത് വെച്ച് ഏറ്റവും കൂടുതൽ നല്ല പ്രീമിയം ബിൽഡ് ക്വാളിറ്റി വരുന്ന ഒരു ഫോൺ തന്നെയാണ് ഈ ഐഫോൺ 12 പ്രോ. അതിനകത്ത് വെയിറ്റും കൂടുതലാണ്. നമുക്ക് ഐഫോൺ 12 ആയിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഇതിൻ്റെ വെയിറ്റ് 187 grams ആണ്. അത് നമുക്ക് അറിയാനും പറ്റുന്നുണ്ട്. പക്ഷേ എന്നാലും വെയിറ്റ് ബാലൻസ് ഒക്കെ പെർഫെക്റ്റ് ആണ്. പിന്നെ അത് മാത്രമല്ല ബട്ടൺസ് ഒക്കെ നോക്കുവാണെങ്കിൽ അതിനൊക്കെ പെർഫെക്റ്റ് ക്വാളിറ്റിയാണ്. നമുക്ക് ലൈറ്റ്നിങ് പോർട്ട് മാത്രമേ ഉള്ളൂ. പിന്നെ ഈ സൈഡ് ഇപ്പം നമുക്ക് ഫ്ലാറ്റ് ആയിട്ട് ഇരിക്കുന്നതുകൊണ്ട് തന്നെ ആ ഒരു ഫീൽ എന്ന് പറയുന്നത് കുറച്ചും കൂടെ ബെറ്ററാണ്. അതായത് ഇത്രയും നാൾ ഉപയോഗിച്ച ഐഫോൺസിൽ നിന്ന് മാറ്റം വന്നേക്കുവാണ്. പണ്ടത്തെ ഐഫോൺ 4S അല്ലെങ്കിൽ ഐഫോൺ 5Sൻ്റെ ആ ഒരു തീമിലേക്ക് വന്നേക്കുന്നതുകൊണ്ട് തന്നെ ഈ കഴിഞ്ഞ 3-4 വർഷമായിട്ട് ഇറങ്ങിയ ഐഫോൺസായിട്ട് നമ്മൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ അതിനെക്കാട്ടിയും ഒരുപാട് ഡിസൈൻ മാറ്റം വന്നെന്നൊക്കെ തോന്നും നമ്മൾ ഈ ഫോൺ എടുത്ത് കൈ പിടിക്കാൻ നേരത്ത്. പിന്നെ വേറെ കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ബാക്കിലത്തെ ക്യാമറ മോഡ്യൂൾ നോക്കുവാണെങ്കിൽ അതൊരു സ്ക്വയർ പോർഷൻ കണക്കത്തിനകത്ത് തന്നെയാണ് വരുന്നത്. പക്ഷേ അതിനകത്ത് നമുക്ക് മാറ്റ് ഫിനിഷും വരാം, ഗ്ലോസ് ഫിനിഷാണ് വന്നേക്കുന്നത്. പിന്നെ ഇവിടെ 12 ആയിട്ട് വരുന്ന വേറെ വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ക്യാമറ സെക്ഷനകത്ത് നമുക്ക് 3 ക്യാമറ വരുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ പിന്നെ വേറെ കാര്യം കൊണ്ടുണ്ട്, ലൈഡാർ സെൻസറുണ്ട്. അപ്പോൾ നമുക്ക് അതിനകത്തേക്ക് പോകാം. പക്ഷെ നമുക്ക് അതിന് മുമ്പായിട്ട് ഈ ഫോണിൻ്റെ ഡിസ്പ്ലേ നോക്കാം. കാരണം നമുക്ക് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഡിസ്പ്ലേ ഐഫോൺ 12ൻ്റെ അതേ ഡിസ്പ്ലേ സൈസും അതേ ഡിസ്പ്ലേ ടെക്നോളജിയാണ്. അതായത് ഇതൊരു 6.1 ഇഞ്ച് ഡിസ്പ്ലേ ആണ്. ഇത് മോലഡ് ഡിസ്പ്ലേ ആണ്. അത് ആപ്പിളിൻ്റെ സൂപ്പർ റെറ്റിന XDR ഡിസ്പ്ലേ എന്നാണ് അവർ പറയുന്നത്. പിന്നെ എൻ്റെ റെസൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2532/1170 ആണ്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ പിക്സൽ ഡെൻസിറ്റി 460 ppi ആണ്. പിന്നെ ഇവിടുത്തെ കോൺട്രാസ്റ്റ് റേഷ്യോ എന്ന് പറയുന്നത് നമുക്ക് ഐഫോൺ 12 അതേ കണക്ക് തന്നെയാണ്. പിന്നെ ബാക്കിയുള്ള ടെക്നോളജി അതേ കണക്ക് തന്നെയാണ് വന്നേക്കുന്നത്. അതായത് നമുക്ക് ഇവിടെ ഹാപ്റ്റിക് ടച്ചും പിന്നെ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രൂ ടോൺ സപ്പോർട്ടുമാണ് വരുന്നത്. പക്ഷേ ഈ ഡിസ്പ്ലേ വരുന്ന ഒരേ ഒരു വ്യത്യാസം എന്ന് പറയുന്നത്, അതായത് നമ്മൾ ഐഫോൺ 12 ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഡിസ്പ്ലേ നമ്മൾ സ്റ്റാൻഡേർഡ് കണ്ടന്റ് കാണാൻ നേരത്ത് കുറച്ചും കൂടെ ബ്രൈറ്റ്നസ് കൂടിയാണ് നിൽക്കുന്നത്. അതായത് നമുക്ക് 800 nits വരെ വരും. പക്ഷേ നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്ന സമയത്ത് എനിക്ക് അങ്ങനെ ഒരു വ്യത്യാസം തോന്നിയില്ല. അപ്പോൾ രണ്ടും വെച്ച് നോക്കിയപ്പോൾ പോലും അങ്ങനെ നമുക്ക് കൂടുതൽ ബ്രൈറ്റ്നസ് കിട്ടുന്ന കാര്യമൊന്നും അങ്ങനെ എടുത്തറിയുന്നില്ലായിരുന്നു. പിന്നെ നമ്മൾ HDR കണ്ടന്റാണ് കാണുന്നതെങ്കിൽ ഈ ഐഫോൺ 12നും 12 പ്രോനും ഒരേ ബ്രൈറ്റ്നസ് ആണ് മാക്സിമം എത്താൻ പറ്റുന്നത് 1200 nits ആണ്. പിന്നെ അതുപോലെ തന്നെ ഈ ഫോണിന് പ്രോ സീരീസ് എന്നൊരു പേര് കൊടുത്ത് ഇറക്കിയിട്ട് പോലും ഈ ഡിസ്പ്ലേയുടെ റിഫ്രഷ് റേറ്റ് 60 Hz തന്നെയാണ്. അതായത് ഇതിനകത്ത് പോലും നമുക്ക് 90 Hz അല്ലെങ്കിൽ 120 Hz റിഫ്രഷ് റേറ്റ് ഒന്നും വരുന്നില്ല. അപ്പോൾ അതൊരു പ്രശ്നമുള്ള കാര്യമൊന്നുമല്ല. കാരണം iOSനകത്ത് എല്ലാം വളരെ സ്മൂത്തും ഫാസ്റ്റും ആയിരുന്നു. പക്ഷേ എന്നാലും നമുക്കിപ്പോൾ ഇങ്ങനെ 12ഉം 12 പ്രോ എന്നുള്ള 2 ഫോൺസ് വന്ന സ്ഥിതിക്ക് ഇതിനെങ്കിലും അവർക്ക് ഹയർ റിഫ്രഷ് റേറ്റ് വരുന്ന ഡിസ്പ്ലേ ഇറക്കാമായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഈ ഡിസ്പ്ലേ വന്നേക്കുന്നുണ്ട്. അതായത് നമ്മുടെ ഐഫോൺ 12 പ്രോൻ്റെ ഡിസ്പ്ലേ ഐഫോൺ 12 കണക്കത്തെ ഡിസ്പ്ലേ ആയതുകൊണ്ട് തന്നെ ഏറ്റവും ബെസ്റ്റ് ഡിസ്പ്ലേ തന്നെയാണിത്. നമുക്ക് പ്രോപ്പറായ വ്യൂയിങ് ആംഗിൾസ് ആണ്. പിന്നെ അത് മാത്രമല്ല കളേഴ്സൊക്കെ നോക്കുകയാണെങ്കിൽ എടുത്ത് നിൽപ്പുണ്ട്. പിന്നെ ബ്ലാക്ക് എല്ലാം പ്രോപ്പറാണ്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ നമുക്ക് കണ്ടൻറ്റൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റിയൊരു ഡിസ്പ്ലേ സൈസും കൂടിയാണ്. നമ്മൾ കഴിഞ്ഞ വർഷത്തെ ഐഫോൺ 11 പ്രോ നോക്കുവാണെങ്കിൽ അതിൻ്റെ ഡിസ്പ്ലേ സൈസ് 5.8 ആയിരുന്നു. അപ്പോൾ ഈ വട്ടം നമുക്ക് 6.1 ആയതുകൊണ്ട് തന്നെ ആ കുറച്ചും കൂടെ വലുതായതുകൊണ്ട് നമുക്കിപ്പോൾ വീഡിയോ കാണുമ്പോഴോ അല്ലെങ്കിൽ ഗെയിം കളിക്കുമ്പോഴൊക്കെ
കുറച്ചും കൂടി ഒരു ബെറ്റർ എക്സ്പീരിയൻസ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ ഡിസ്പ്ലേയുടെ കാര്യത്തിനകത്ത് നമുക്ക് ഏറ്റവും നല്ല എക്സ്പീരിയൻസ് കിട്ടുമെങ്കിലും iPhone 12 ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് മാറ്റം വരുന്നില്ല. അപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. പിന്നെ അടുത്തൊരു കാര്യം, മാറ്റം വരാത്ത കാര്യമാണ്, അതെന്ന് വെച്ച് കഴിഞ്ഞാൽ പെർഫോമൻസ് ആണ്. കാരണം ഈ രണ്ട് ഫോണിനകത്തും ഒരേ പ്രൊസറാണ് ഉപയോഗിച്ചേക്കുന്നത്. അപ്പോൾ പ്രൊസറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമുക്ക് ഈ iPhone 12 Pro'നകത്ത് വന്നേക്കുന്ന ആപ്പിളിൻ്റെ A14 ബയോണിക് ചിപ്പാണ്. പിന്നെ സ്റ്റോറേജ് ഞാൻ മുമ്പേ പറഞ്ഞില്ലായിരുന്നു, 128 അല്ലെങ്കിൽ 256 അല്ലെങ്കിൽ 512 ആണ് ഓപ്ഷൻ. പക്ഷേ റാമിൻ്റെ കാര്യത്തിനകത്ത് മാറ്റമുണ്ട്, നമുക്ക് 6 GB റാമാണ്. പക്ഷേ എന്നാലും നമുക്ക് ദിവസേനയുള്ള ഉപയോഗത്തിനകത്ത് അങ്ങനെ ഒരു റാം വ്യത്യാസം അറിയാൻ പറ്റിയില്ല. ഈ റാം മാനേജ്മെൻറ്റ് കാര്യം പറയാൻ നേരം നമുക്ക് ഒരു 1-2 ആപ്പ് കൂടുതൽ മെമ്മറി കിടക്കാനുള്ള സാധ്യതയുണ്ട്, പ്രത്യേകിച്ചും ഹെവി ആപ്സ് ആണെങ്കിൽ. പക്ഷെ നമുക്ക് iPhone 12നകത്തും അങ്ങനെ ആപ്പൊക്കെ പെട്ടെന്ന് ലോഡ് ആവുന്നതുകൊണ്ട് തന്നെ ആ റാം മാനേജ്മെൻറ്റ് വ്യത്യാസം അങ്ങനെ അറിയത്തില്ല. പിന്നെ വേറെ കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പെർഫോമൻസിനകത്ത് ഈ iPhone 12 Pro ഏറ്റവും ബെസ്റ്റ് ആയിട്ടാണ് നിൽക്കുന്നത്. കാരണം ഏറ്റവും പവർഫുൾ ആയ പ്രൊസറാണ് ഈ A14 ബയോണിക് ചിപ്പ്. ഇപ്പോൾ നിങ്ങൾക്ക് ഗെയിം കളിക്കുമ്പോഴോ അല്ലെങ്കിൽ എന്ത് കാര്യം ചെയ്യുമ്പോഴോ ലാഗോ അല്ലെങ്കിൽ ഫ്രെയിം ഡ്രോപ്സോ അങ്ങനത്തെ ഒരു ഇഷ്യൂസും വരത്തില്ല. പിന്നെ ഈ റാമിനകത്ത് നമുക്ക് കിട്ടുന്ന എക്സ്ട്രാ ബെനിഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ലോങ് ടേം സപ്പോർട്ട് നോക്കുമ്പോൾ ചിലപ്പോൾ ഈ 12 Pro എന്ന് പറയുന്നത് കുറച്ചും കൂടെ സപ്പോർട്ടിനകത്ത് ബെറ്റർ ആയിട്ട് നിൽക്കാൻ സാധ്യതയുണ്ട്. പിന്നെ അത് മാത്രമല്ല, ഇങ്ങനെ 6 GB റാം ഉള്ളതുകൊണ്ടാകാം ചില ഫീച്ചേഴ്സ് നമുക്ക് 12 Pro'നകത്ത് എക്സ്ട്രാ വരുന്നുണ്ട്. അത് നമ്മൾ കറക്റ്റായിട്ട് പറയുവാണെങ്കിൽ ആ എക്സ്ട്രാ വരുന്ന ഫീച്ചേഴ്സ് ക്യാമറയ്ക്കകത്താണ്. നമുക്കിവിടെ ക്യാമറ ഹാർഡ്വെയർ നോക്കുമ്പോൾ തന്നെ നമുക്ക് 3 ക്യാമറയാണ് ബാക്കിൽ വരുന്നത് 12 Pro'നകത്ത്. 12നകത്ത് 2 ഉള്ളായിരുന്നുള്ളൂ. അപ്പോൾ ഇവിടെ വരുന്ന ക്യാമറ എന്ന് പറയുമ്പോൾ മെയിൻ ക്യാമറ എന്ന് പറയുന്നത് 12 MP വൈഡ് ആംഗിൾ ക്യാമറയാണ്. അതിൻ്റെ ആപ്പർച്ചർ f1.6 ആണ്. ഇത് നമുക്ക് iPhone 12 വരുന്ന അതേ ക്യാമറയാണ്. പിന്നെ അടുത്ത ക്യാമറ എന്ന് പറയുന്നത് അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറയാണ്. അതൊരു 12 MP ക്യാമറയാണ്. അതിൻ്റെ ആപ്പർച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ f2.4 ആണ്. പിന്നെ അത് കഴിഞ്ഞുള്ളത് ടെലിഫോട്ടോ ക്യാമറ. അപ്പോൾ ഇതാണ് നമുക്ക് എക്സ്ട്രാ വന്നേക്കുന്ന ക്യാമറ. ഈ ടെലിഫോട്ടോ ക്യാമറ ഒരു 12 MP ക്യാമറയാണ്. ഇതിൻ്റെ ആപ്പർച്ചർ f2.0 ആണ്. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ഇവിടെ ക്യാമറ ആയിട്ട് വരുന്നത്. പിന്നെ അത് മാത്രമല്ല, ഇവിടെ ഒരു എക്സ്ട്രാ സാധനം ഞാൻ പറഞ്ഞില്ലായിരുന്നു, ലൈഡാർ സെൻസർ. അപ്പോൾ ഈ ലൈഡാർ സെൻസർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ARന് വേണ്ടിയാണ്. അതായത് നമ്മൾ ഓഗ്മെൻറ്റഡ് റിയാലിറ്റി ചെക്ക് ചെയ്യുന്ന സമയത്ത് നമുക്കത് ബെറ്റർ ആയിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടിയാണ്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഈ ലൈഡാർ ഉള്ളതുകൊണ്ട് നമുക്ക് പോർട്രേറ്റ്സ് ബെറ്റർ ആയിട്ട് എടുക്കും. പിന്നെ നമുക്ക് ഈ വട്ടം നൈറ്റ് പോർട്രേറ്റ്സും പറ്റുന്നുണ്ട്. അപ്പോൾ നൈറ്റ് പോർട്രേറ്റ്സ് എന്ന് പറഞ്ഞൊരു ഫീച്ചർ നമുക്ക് 12 Pro സീരീസിൽ മാത്രം കിട്ടുന്നതാണ്. അതിൻ്റെ കാരണം ലൈഡാർ ഉള്ളതുകൊണ്ടാണ്. അപ്പോൾ ലൈഡാറിൻ്റെ അഡ്വാൻറ്റേജ് അതാണ്. അതായത് നമുക്കത് നൈറ്റ് മോഡ് പോർട്രേറ്റ്സും തരുന്നുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഓഗ്മെൻറ്റഡ് റിയാലിറ്റി കുറച്ചുകൂടെ ബെറ്റർ ആക്കുന്നുണ്ട്. പിന്നെ അത് മാത്രമല്ല, നമുക്ക് ഫ്യൂച്ചറിലേക്ക് പോകാൻ നേരത്ത് ഡെവലപ്പേഴ്സ് ചിലപ്പോൾ കുറച്ചും കൂടെയൊക്കെ യൂസ് ഈ ലൈഡാർ സെൻസർ വെച്ച് ചെയ്യാൻ സാധ്യതയുണ്ട്. പക്ഷെ നമുക്ക് ഇപ്പോൾ ഇങ്ങനത്തെ ഒരു ഫീച്ചേഴ്സൊക്കെയാണ് വരുന്നത്. ഇനി നമ്മൾ ഈ ഫോട്ടോസിലേക്ക് വരാൻ നേരത്ത് നമുക്ക് ഈ ആദ്യത്തെ മെയിൻ ക്യാമറയും അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറയുടെ കാര്യം തന്നെ പറയാം. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് 12 എടുക്കുന്ന അതേ കണക്കത്തെ ഫോട്ടോസാണ്. അതായത് നമുക്ക് അതേ ഫീച്ചേഴ്സ് വരുന്നതുകൊണ്ട് തന്നെ, അതായത് അതേ സോഫ്റ്റ്വെയർ സപ്പോർട്ട് തന്നെ വരുന്നുണ്ടും അതേ സ്മാർട്ട് HDR3 തന്നെ കിട്ടുന്നതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ നല്ല ലൈറ്റിങ്ങിൽ എടുത്താലും മോശം ലൈറ്റിങ്ങിൽ എടുത്താലും ഈ മെയിൻ ക്യാമറ വെച്ചെടുക്കുന്ന ഫോട്ടോസ് ഏറ്റവും ബെസ്റ്റ് തന്നെയാണ്. നല്ല ഷാർപ്നെസ്സും നല്ല ഡൈനാമിക് റേഞ്ചും അതുപോലെ തന്നെ എടുത്തിരിക്കുന്ന കളേഴ്സുമാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ആ ഫോട്ടോസ് നല്ലോണം ഇഷ്ടപ്പെടും. പിന്നെ അതിപ്പോൾ ഞാൻ പറഞ്ഞില്ലായിരുന്നു, ലൈറ്റിംഗ് ഏതായാലും അതേ നല്ല ക്വാളിറ്റി തന്നെ കിട്ടും. പിന്നെ നൈറ്റ് മോഡ് ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഈ വൈഡ് ആംഗിൾ വെച്ചെടുത്താലും അൾട്രാ വൈഡ് ആംഗിൾ വെച്ചെടുത്താലും നല്ല ഫോട്ടോസ്, അത്യാവശ്യം നല്ല ഫോട്ടോസ് നമുക്ക്, പ്രത്യേകിച്ച് അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറയുടെ കാര്യമാണ് പറയുന്നത്. ഇരുട്ടാണെങ്കിൽ പോലും തിരക്കില്ലാത്ത അൾട്രാ വൈഡ് ആംഗിൾ ഫോട്ടോസാണ് കിട്ടുന്നത്. പക്ഷേ വെട്ടം കൂടിയ സമയത്ത് അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറ നല്ല രീതിയിലുള്ള ഫോട്ടോസ് തരുന്നുണ്ട്. നമുക്ക് ഇൻസ്റ്റാഗ്രാമോ അങ്ങനത്തെ അതൊക്കെ പോസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഫോട്ടോസാണ്. സൈഡിനകത്തൊക്കെ ചെറിയ പ്രശ്നമുണ്ട്, അതെല്ലാം അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറയിലും വരുന്നതാണ്. അത് ഒഴിച്ച് കഴിഞ്ഞാൽ വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. പിന്നെ നമ്മൾ ടെലിഫോട്ടോ ക്യാമറയിലേക്ക് വരുവാണെങ്കിൽ ഈ ടെലിഫോട്ടോ ക്യാമറയുടെ അഡ്വാൻറ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പോർട്രേറ്റ് ഫോട്ടോസ് എടുക്കുമ്പോഴാണ്. പ്രത്യേകിച്ച് നമുക്ക് പണ്ട് എല്ലാ ലൈറ്റിങ്ങിലും എടുക്കാൻ പറ്റുമായിരുന്നു. പക്ഷേ ഇപ്പം നമുക്ക് നൈറ്റ് ടൈമിലും ഫോട്ടോസ് എടുക്കാൻ പറ്റുന്നത്, അതായത് നമുക്ക് ഇരുട്ടത്തും പോർട്രേറ്റ് ഫോട്ടോസ് എടുക്കാൻ പറ്റുന്നു പറയുന്നത് ഒരു സ്ട്രോങ് പോയിന്റ് ആണ്. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ നല്ല ലൈറ്റിംഗ് പോർട്രേറ്റ് ഫോട്ടോസ് എടുക്കുകയാണെങ്കിൽ പോലും ബാക്ക്ഗ്രൗണ്ട് ബ്ലർ എല്ലാം പെർഫെക്റ്റ് ആണ്. പിന്നെ നമ്മൾ ആ എഡ്ജ് കട്ടായി പോയേക്കെന്ന് നോക്കുകയാണെങ്കിൽ പോലും അവിടെയും അത്യാവശ്യം നല്ലോണം തന്നെ കിട്ടുന്നുണ്ട്. പിന്നെ വേറെ കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ടെലിഫോട്ടോ ക്യാമറയുടെ മെയിൻ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് നമുക്ക് ഫോട്ടോസ് സൂം ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു അഡ്വാൻറ്റേജ് ആണ്. ഇവിടെ നമുക്ക് 2x ഒപ്റ്റിക്കൽ സൂമാണ് കിട്ടുന്നത്. അത് നിങ്ങൾക്ക് അങ്ങനത്തെ ഫോട്ടോസ് എടുക്കാൻ താല്പര്യമുള്ള വ്യക്തിയാണെങ്കിൽ ഈ ക്യാമറ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. പിന്നെ അത് മാത്രമല്ല, നമുക്ക് ഇങ്ങനെ 3 ക്യാമറ ഉള്ളത് കൂടുതൽ ഓപ്ഷൻസ് കണക്കാണ്. പിന്നെ ഇനി നമുക്ക് ഫ്യൂച്ചർ അപ്ഡേറ്റിൽ വരാൻ പോകുന്ന ഒരു കാര്യം, അതായത് നമുക്ക് iOS 14.3 ആകാം അത് വരുന്നത്. ആപ്പിളിൻ്റെ പ്രോ റോ എന്ന് പറഞ്ഞ സാധനം വരുന്നുണ്ട്. അതായത് നമുക്ക് റോ ഫോമാറ്റ് ഫോട്ടോസ് എടുക്കാൻ പറ്റും. അപ്പോൾ അതെന്ന് പറഞ്ഞാൽ പ്രോ സീരീസ് മാത്രമാണ്. അതായത് ഈ iPhone 12 Proയിലും 12 Pro Maxലും മാത്രം കിട്ടുന്ന ഫീച്ചറാണ്. പിന്നെ നമ്മൾ വീഡിയോ റെക്കോർഡിങ്ങിലേക്ക് വരാൻ നേരത്ത് അതിനകത്തും നമ്മൾ ഈ iPhone 12 Proന് മാത്രം കിട്ടുന്നൊരു കാര്യമുണ്ട്. അതായത് നമ്മൾ HDR വീഡിയോ എടുക്കാൻ നേരത്ത് നമ്മളിവിടെ ഈ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ 10-bit ഡോൾബി വിഷൻ HDR വീഡിയോ എടുക്കുന്ന സമയത്ത് നമുക്ക് 60 FPS വരെയും ആ HDR വീഡിയോ എടുക്കാൻ പറ്റും. നമുക്ക് 4K 60 ഇട്ട് എടുത്താലും നമുക്ക് HDR തന്നെ എടുക്കാൻ പറ്റും. പക്ഷേ നമുക്ക് iPhone 12 ആണെങ്കിൽ 30 FPS വരെ സപ്പോർട്ടുള്ളൂ. പക്ഷെ നമ്മളിപ്പോൾ HDR ഓഫ് ചെയ്തിട്ട് എടുക്കുകയാണെങ്കിൽ അതായിരിക്കും എല്ലാവരും ചെയ്യാൻ പോകുന്ന കാര്യം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ HDR വീഡിയോ എടുക്കുമ്പോൾ ഞാൻ മുമ്പേ പറഞ്ഞതാണ്, നമ്മുടെ 12ൻ്റെ റിവ്യൂ തന്നെ പറഞ്ഞതാണ്, HDR വീഡിയോസ് എടുത്തു കഴിഞ്ഞാൽ അത് എഡിറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. പ്രത്യേകിച്ച് നമുക്കത് കാണണമെങ്കിൽ പോലും ഒരു HDR സപ്പോർട്ട് ചെയ്യുന്ന ഡിസ്പ്ലേയിൽ മാത്രമേ കാണാൻ പറ്റൂ. പ്രത്യേകിച്ചും ഇതൊരു വേറൊരു ഫോമാറ്റാണ്, ഡോൾബി വിഷൻ എന്ന് പറഞ്ഞൊരു ഫോമാറ്റാണ്. അപ്പോൾ അങ്ങനത്തെ ഫോമാറ്റ് സപ്പോർട്ട് ചെയ്യുന്ന ഡിസ്പ്ലേ ഉണ്ടെങ്കിലേ കാണാൻ പറ്റൂ. അപ്പോൾ നിങ്ങൾ ഐഫോണിൽ എടുത്തിട്ട് ഐഫോണിൽ കാണുമ്പോൾ നല്ലതാണ്, പക്ഷേ അല്ലെങ്കിൽ നമുക്ക് അത്ര എൻജോയ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം അതിൻ്റെ കളേഴ്സ് എല്ലാം മാറിപ്പോകും. കാരണം ഇതൊരു ഹൈ ഡൈനാമിക് റേഞ്ച് ഫോമാറ്റിൽ കിട്ടുന്ന ഒരു വീഡിയോ ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഓവർ എക്സ്പോസ്ഡ് ആയ കണക്കോ അല്ലെങ്കിൽ നമുക്ക് സാച്ചുറേഷൻ കൂടിയ കണക്കൊക്കെ ആയിരിക്കും ആ ഇമേജ് വരുന്നത്, ആ ക്ലിപ്പ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളിത് ഓഫ് ചെയ്തിട്ടായിരിക്കും എടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഓഫ് ചെയ്തിട്ട് എടുക്കുകയാണെങ്കിൽ
നമുക്ക് വീഡിയോ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ iPhone 12 കണക്ക് തന്നെയാണ്. 4K 60 FPS ആണ് ഏറ്റവും ബെസ്റ്റ് ക്വാളിറ്റി വീഡിയോസാണ് എടുക്കുന്നത്. ഒരു കാരണവശാലും ഐഫോൺ വീഡിയോസിനൊപ്പം നിൽക്കുന്ന വേറൊരു ഫോൺ ഉള്ളതായിട്ട് എനിക്കിതുവരെ തോന്നിയിട്ടില്ല. ഇപ്പോൾ സാംസങ്ങിൻ്റെ ഗാലക്സി നോട്ട് 20 അൾട്ര ഒക്കെ നല്ലോണം എടുക്കും. പക്ഷേ എന്നാലും നമ്മൾ ഈ iPhone 12 12 പ്രോയിലൊക്കെ എടുക്കുന്ന വീഡിയോ അതിനെക്കാട്ടിയൊക്കെ ഒരുപാട് മുകളിൽ നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഏറ്റവും കൂടുതൽ വീഡിയോ എടുക്കുമ്പോൾ പ്രിഫർ ചെയ്യുന്ന ഫോൺ എന്ന് പറഞ്ഞാൽ ഐഫോൺ തന്നെയാണ്. പ്രത്യേകിച്ചും ഈ iPhone 12 Pro എന്ന് പറയുന്നത് നമുക്ക് ഈ ഡൈനാമിക് റേഞ്ച് കൂടിയ വീഡിയോ എടുക്കാനുള്ള ഓപ്ഷൻ ഉള്ളതുകൊണ്ട് ഇത് തന്നെയാണ് ഏറ്റവും ബെസ്റ്റുള്ള വീഡിയോ ക്യാമറയിലൊന്ന്. അപ്പോൾ ഇതിനെക്കാട്ടി മുകളിൽ നിൽക്കാനായിട്ട് വരുന്ന ഒരേ ഒരു ഓപ്ഷൻ എന്ന് പറയുന്ന ഫോൺ iPhone 12 Pro Max ആണ്. അപ്പോൾ അതിൻ്റെ വീഡിയോ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ചെയ്യുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾ ആ വീഡിയോ മിസ് ചെയ്യണമെങ്കിൽ എന്തായാലും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ ക്യാമറയുടെ കാര്യം നോക്കിയപ്പോൾ പ്രത്യേകിച്ചും ബാക്ക് ക്യാമറ നോക്കിയപ്പോഴത്തേക്കും നമുക്ക് ആ വന്നേക്കുന്ന എക്സ്ട്രാ കാര്യങ്ങൾ എന്ന് പറയുന്നത് അതെല്ലാം സോഫ്റ്റ്വെയർ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. പിന്നെ ഹാർഡ്വെയറിനകത്ത് ടെലിഫോട്ടോ ക്യാമറ എക്സ്ട്രാ വരുന്നതാണ്. പിന്നെ ലൈഡാർ സെൻസറുമാണ്. അപ്പോൾ അത് കൂടാതെ വേറെ മാറ്റങ്ങളൊന്നുമില്ല. പിന്നെ നമ്മൾ ഫ്രണ്ട് ക്യാമറയിലേക്ക് വരാൻ നേരത്തെ ഒട്ടും മാറ്റം വന്നിട്ടില്ല. കാരണം ഫ്രണ്ടിൽ വന്നേക്കുന്ന ക്യാമറ നമ്മുടെ iPhone 12 ഉപയോഗിച്ചിരിക്കുന്ന അതേ ക്യാമറ തന്നെയാണ്. ഇതൊരു 12 മെഗാ പിക്സൽ ക്യാമറയാണ്. ഇതിൻ്റെ ആപ്പച്ചർ f2.2 ആണ്. അപ്പോൾ ഇത് വെച്ചെടുക്കുന്ന സെൽഫീസ് എന്ന് പറഞ്ഞാൽ നല്ല ക്വാളിറ്റിയുള്ള സെൽഫീസാണ്, നല്ല ഷാർപ്നെസ് ഉണ്ട്. പിന്നെ അതിനോട് തന്നെ നമുക്ക് ഡീപ് ഫ്യൂഷൻ സപ്പോർട്ടും നൈറ്റ് മോഡ് സപ്പോർട്ടും കിട്ടുന്നുണ്ട് തന്നെ കുറച്ചുകൂടെ ബെറ്റർ ക്വാളിറ്റി ഫോട്ടോസ് നമുക്ക് പല ലൈറ്റിങ്ങിൽ എടുക്കാനുള്ളത് കിട്ടുന്നുണ്ട്. പിന്നെ വീഡിയോ റെക്കോർഡിങ്ങിൻ്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വീഡിയോ റെക്കോർഡിംഗ് ഫ്രണ്ട് ക്യാമറയിലും iPhone സ്ട്രോങ് ആയിട്ട് നിൽപ്പുണ്ട്. നല്ല ക്വാളിറ്റിയുള്ള നല്ല ഷാർപ്പായ നല്ല സ്റ്റേബിളായ ഫ്രണ്ട് ക്യാമറ വീഡിയോസാണ് കിട്ടുന്നത്. അതായത് നിങ്ങൾക്ക് ഇത് വ്ളോഗിങ്ങിന് പറ്റിയൊരു ഫോൺ തന്നെയാണ് നിങ്ങൾക്ക് അങ്ങനെ വീഡിയോ എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ. അപ്പോൾ വീഡിയോയുടെ കാര്യങ്ങളും ഫോട്ടോയുടെ കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കിയ സ്ഥിതിക്ക് നമുക്ക് അതിനകത്തുള്ള വ്യത്യാസം മനസ്സിലായിട്ടുണ്ട്. അങ്ങനെ ഭയങ്കര വ്യത്യാസമല്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഇനി അടുത്ത കാര്യത്തിലേക്ക് പോകാം. അത് ബാറ്ററിയാണ്. അതിലൂടെ ഉപയോഗിക്കുന്ന ബാറ്ററിയുടെ കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ 2815 mAh ആണ്. അപ്പോൾ അത് തന്നെയാണ് iPhone 12 വരുന്നത്. പക്ഷേ എന്നാലും നമുക്ക് iPhone 12 ബാറ്ററി ബാക്കപ്പ് ഈ iPhone 12 Proനെക്കാട്ടി കുറച്ചും കൂടെ ബെറ്റർ ആയിരുന്നു. എനിക്ക് ഈ 12 Proനകത്ത് കിട്ടിക്കൊണ്ടിരുന്ന സ്ക്രീൻ ഓൺ ടൈം ഒരു 6.5 മണിക്കൂർ റേഞ്ചാണ്. അതേ യൂസേജ് ഞാൻ iPhone 12 ചെയ്യുവാണെങ്കിൽ അതിനകത്തൊരു 7 മണിക്കൂർ വരെ കിട്ടുമായിരുന്നു. അപ്പോൾ അങ്ങനത്തെ ഒരു 30 മിനിറ്റത്തെ ഒരു എക്സ്ട്രാ ബാറ്ററി ബാക്കപ്പ് കണക്കൊരു കാര്യം അതിൽ കിട്ടുന്നുണ്ടായിരുന്നു. പിന്നെ ചാർജിങ് ടെക്നോളജിയുടെ കാര്യം പറയുകയാണെങ്കിൽ രണ്ടിനും ഒരേ ചാർജിങ് ടെക്നോളജികളാണ്. നമുക്ക് ഫാസ്റ്റ് ചാർജിങ് ഉണ്ട്. പിന്നെ അത് കൂടാതെ നമുക്ക് ബാക്കിൽ മാക്സേഫ് ചാർജിങ് സപ്പോർട്ട് ഉണ്ട്. രണ്ടും 15 വാട്ടിൽ തന്നെ മാക്സേഫ് ചാർജിങ് കിട്ടും. മാക്സേഫ് ഒരു വയർലെസ് ചാർജിങ് ആണ്, മാഗ്നറ്റ് വെച്ച് ചെയ്യുന്നതാണ്. പിന്നെ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് ഫോണിനകത്തും ചാർജിങ് ബ്രിക്ക് കിട്ടത്തില്ല. അതും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. പിന്നെ എടുത്ത് പറയേണ്ട വേറെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പീക്കേഴ്സിൻ്റെ കാര്യം നോക്കാൻ നേരത്തെ ഇവിടെ നമുക്ക് ഡ്യുവൽ സ്പീക്കേഴ്സാണ്. ഈ താഴെ കാണുന്നത് നമ്മുടെ ഇയർപീസും സ്പീക്കർ തന്നെയാണ്. അത് സ്പീക്കറിൻ്റെ ക്വാളിറ്റിയുടെ കാര്യം പറയുവാണെങ്കിൽ രണ്ടും ഒരേ കണക്ക് തന്നെയാണ് ഇരുന്നത്. iPhone 12 Proയും 12നകത്തും ഒരേ കണക്കത്തെ സ്പീക്കർ ക്വാളിറ്റി തന്നെയാണ്. എനിക്ക് അങ്ങനെ ഭയങ്കര വ്യത്യാസം തോന്നിയില്ല. ചിലപ്പോൾ നമ്മൾ സൂക്ഷിച്ചൊക്കെ നോക്കുവാണെങ്കിൽ ചിലപ്പോൾ എന്തെങ്കിലും ക്വാളിറ്റി ഇമ്പ്രൂവ്മെൻറ്റ് കാണും. പക്ഷേ നമ്മളൊരു നോർമൽ യൂസേജ് ചെയ്യുന്ന സമയത്ത് അങ്ങനത്തെ ഒരു ക്വാളിറ്റി വ്യത്യാസം തോന്നിയില്ലായിരുന്നു. പിന്നെ ഈ വർഷം ആപ്പിൾ ഏറ്റവും കൂടുതൽ ഹൈപ്പിട്ട് പറഞ്ഞ ഫീച്ചറായ 5Gയുടെ കാര്യം പറയുകയാണെങ്കിൽ നമ്മൾ ഇന്ത്യയിൽ വാങ്ങിക്കുന്ന യൂണിറ്റിനകത്ത് മില്ലിമീറ്റർ വേവ് 5G കിട്ടത്തില്ല. അതിന് പകരം sub-6 5G മാത്രമേ ഉള്ളൂ. അതിപ്പോൾ നിങ്ങൾ 12 Pro എടുത്താലും 12 എടുത്താലും അങ്ങനെ തന്നെയാണ്. അത് നമുക്കിവിടെ 5G സ്പീഡ് ടെസ്റ്റ് ചെയ്യാൻ പറ്റില്ല, കാരണം ഇന്ത്യയിൽ ഇപ്പോൾ 5G ഇല്ല. പിന്നെ വേറെ കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ LTE സ്പീഡ് നമ്മുടെ 12 Proനകത്തും 12ൻ്റെ കണക്ക് തന്നെയാണ്. നമ്മുടെ iPhone 11 സീരീസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അതിനെക്കാട്ടിയും കുറച്ചുകൂടെ ബെറ്റർ ആയിരുന്നു. പിന്നെ നമ്മുടെ iPhone 12 Pro വരുന്ന ഫേസ് ID സ്കാനർ എന്ന് പറയുന്നതിനകത്ത് മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല. നമ്മുടെ പഴയ iPhone 11 കണക്കും ഇപ്പോഴത്തെ iPhone 12 കണക്ക് തന്നെയാണ്. അതേ അൺലോക്കിംഗ് സ്പീഡും അതേ അൺലോക്കിംഗ് ആംഗിൾ സപ്പോർട്ടുമാണ്. പിന്നെ ഇവിടുത്തെ ബ്ലൂടൂത്ത് വേർഷൻ 5 ആണ്, വൈഫൈ വേർഷൻ 6 ആണ്. പിന്നെ ഇവിടെ NFC-യും അൾട്രാ വൈഡ് ബാൻഡ് ചിപ്പും അങ്ങനത്തെ കാര്യങ്ങളെല്ലാം കിട്ടുന്നുണ്ട്. പിന്നെ അത് കൂടാതെ നമ്മുടെ ഇയർപീസിൻ്റെ കാര്യം കൂടെ പറയുവാണെങ്കിൽ അത് നല്ല ക്വാളിറ്റിയുള്ള ഇയർപീസാണ്. നമുക്ക് നല്ലോണം കോൾസ് ഒക്കെ ചെയ്യുന്ന സമയത്ത് നല്ല ക്ലാരിറ്റി കേൾക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഇയർപീസ് തന്നെയാണ്. പിന്നെ അവസാനമായിട്ട് ഒരു കാര്യം കൂടെ ഉണ്ട്. നമുക്കിവിടെ എത്ര സിം ഇടാൻ പറ്റുന്ന സംശയം ഉണ്ടെങ്കിൽ നമുക്ക് 2 സിം സപ്പോർട്ട് ഉണ്ട്. അതായത് ഒന്ന് നാനോ സിം ആണ്, ഒന്ന് ഈ സിം ആണ്. അപ്പോൾ അങ്ങനത്തെ രീതിയിലുണ്ട്. പിന്നെ 5G വരാൻ നേരത്ത് ആപ്പിൾ പറഞ്ഞേക്കുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ 5G സിം ഉപയോഗിക്കുകയാണെങ്കിൽ ഒരെണ്ണം ഡിസേബിൾ ചെയ്തിട്ട് മാത്രമേ ഉപയോഗിക്കാൻ പറ്റൂ. അതായത് നമുക്ക് 5G ഉപയോഗിക്കുന്ന സമയത്ത് ഒരൊറ്റ സിം മാത്രമേ ഉപയോഗിക്കാൻ പറ്റൂ. അപ്പോൾ ഇതൊക്കെയാണ് iPhone 12 Proൻ്റെ മൊത്തത്തിലുള്ള കാര്യങ്ങൾ. അതെല്ലാം നോക്കിക്കഴിയുമ്പോൾ നമ്മൾ ആദ്യത്തെ പ്രൈസ് കമ്പാരിസൺ ചാർട്ട് ഒന്നുകൂടെ എടുക്കുകയാണെങ്കിൽ നമ്മുടെ iPhone 12 Proയും നമ്മുടെ iPhone 12ഉം തമ്മിലുള്ള പ്രൈസ് ഡിഫറൻസ് നോക്കാൻ നേരത്ത് ഒരേ സ്റ്റോറേജ് ഓപ്ഷൻ വരുന്ന വേരിയൻ്റെ പ്രൈസ് ഡിഫറൻസ് നോക്കുകയാണെങ്കിൽ ഏതാണ്ട് ഒരു 35,000 പ്രൈസ് ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ അത്രയും വിലയ്ക്ക് ഈ iPhone 12 Pro വർത്ത് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല. അതായത് നമുക്ക് കിട്ടുന്ന ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് ആ ഒരു വിലയ്ക്കുള്ള ഫീച്ചേഴ്സ് ഇല്ല. നമുക്ക് എക്സ്ട്രാ ആയിട്ട് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിസൈനകത്ത് അല്ലെങ്കിൽ ബിൽഡ് ക്വാളിറ്റിക്കകത്ത് വന്നൊരു മാറ്റം. അതായത് നമ്മുടെ സ്റ്റെയിൻലെസ് സ്റ്റീൽ ഫ്രെയിം വരുമ്പോൾ ഒരു മാറ്റം. പിന്നെ അത് കൂടാതെ നമുക്ക് ബാക്കിൽ ഒരു എക്സ്ട്രാ ക്യാമറയും ലൈഡാർ സെൻസറും. ആ ലൈഡാർ സെൻസറിൻ്റെ മൊത്തത്തിലുള്ള യൂസ് ഒന്നും ഇപ്പം വന്നിട്ടില്ല, ഇനി വരുമായിരിക്കാം. പിന്നെ 2 GB എക്സ്ട്രാ റാം കിട്ടുന്നത് നമുക്ക് ഫ്യൂച്ചറിലേക്ക് കുറച്ചും കൂടെ സപ്പോർട്ട് നിൽക്കുന്ന പോലെ. പിന്നെ അതുപോലെ തന്നെ നമുക്ക് കുറച്ച് എക്സ്ട്രാ ഫീച്ചേഴ്സ് സോഫ്റ്റ്വെയറിനകത്ത് കിട്ടുന്ന കണക്കാണ്. പക്ഷേ അത് ഒഴിച്ചു കഴിഞ്ഞാൽ വേറെ ആയിട്ട് നമുക്ക് വലിയ മാറ്റങ്ങളൊന്നുമില്ല. iPhone 12 എടുത്തു കഴിഞ്ഞാലും iPhone 12 Pro എടുത്തു കഴിഞ്ഞാലും ഏതാണ്ട് ഒരേ കാര്യങ്ങൾ തന്നെയാണ്. അതും IP റേറ്റിംഗിൻ്റെ കാര്യം പറഞ്ഞില്ലായിരുന്നു. ഇതിന് 2 ഫോണിനും ഒരേ IP റേറ്റിംഗ് ആണ്. അതായത് നമ്മൾ iPhone 12 Proൻ്റെ IP റേറ്റിംഗും IP68 ആണ്. ഒരേ കണക്കത്തെ 6 മീറ്റർ വാട്ടർ റെസിസ്റ്റൻസ് തന്നെയാണ് 30 മിനിറ്റത്തേക്ക് കിട്ടുന്നത്. അപ്പോൾ ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമ്മൾ ഇന്ത്യയിൽ നിന്ന് വാങ്ങിക്കാൻ തീരുമാനിക്കുകയാണെങ്കിൽ നിങ്ങൾ ഈ 35,000 എക്സ്ട്രാ കൊടുത്ത് iPhone 12 Pro എടുക്കുന്നത് അത്ര വേർത്തായിട്ട് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ നിങ്ങൾ പുറത്തുനിന്നാണ് വാങ്ങിക്കുന്നതെങ്കിൽ, നിങ്ങൾ ഗൾഫ് കൺട്രീസിനോ അല്ലെങ്കിൽ US നിന്നാണ് നിങ്ങൾ വാങ്ങിക്കുന്നതെങ്കിൽ നമുക്ക് പ്രൈസിന് നല്ല മാറ്റമുണ്ട്. അതായത് നമുക്ക് ഏതാണ്ട് ഇവിടുത്തെ iPhone 12ൻ്റെ പ്രൈസിന് നമുക്ക് അവിടുത്തെ 12 Pro കിട്ടും. പിന്നെ അവിടെ തന്നെ ഈ 12ഉം 12 Pro തമ്മിലുള്ള പ്രൈസ് ഡിഫറൻസ് ഇത്രയും ഭയങ്കര കൂടുതലല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ വാങ്ങിക്കാൻ തീരുമാനിക്കുകയാണെങ്കിൽ വേറെയാണ് കാര്യങ്ങൾ. പക്ഷേ നമ്മൾ ഇന്ത്യയിൽ നിന്ന് വാങ്ങിക്കുന്ന ഒരു രീതി പറയുവാണെങ്കിൽ എന്തായാലും iPhone 12 Pro നോക്കണ്ട, അതിന് പകരം iPhone 12 ആണ് ബെറ്റർ ഓപ്ഷൻ. അപ്പോൾ ഇത്ര ഉള്ളൂ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യുക. നമുക്ക് എത്രയും പെട്ടെന്ന് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.